ഹായ് വെൽക്കം ബാക്ക് ടു പറഞ്ഞപ്പോൾ കിട്ടിയത് നമ്മൾ അമേരിക്കയിലുള്ള സെൻറ്റ് ലൂയിസിലെ ആർച്ചാണ് കാണാൻ പോകുന്നത്. ഗേറ്റ് വേ ആർച്ച്, സെൻറ്റ് ലൂയിസ് ആർച്ച്. ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറുക എന്നതാണ് ഒരു ടാസ്ക്. 630 അടി ഉയരത്തിലാണ് ഈ ഒരു ആർച്ച്. ഇതിൻ്റെ ഉയരം ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള ആർച്ചാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ ടിക്കറ്റ് എടുക്കുക. ഏറ്റവും ഭയങ്കര ഈ ഒരു ടോപ്പിൽ കയറിയിട്ട് ഇതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്രയും ധൃതി കൂട്ടി പോണത്. ഇതിൻ്റെ എൻട്രൻസ് ആണ് ഇത് ഭാഗം. 1963 പണി തുടങ്ങിയതാണ് ഈ ആർച്ച്. 1965 ഫിനിഷ് ചെയ്തു. 1967 ആൾക്കാരെല്ലാം കയറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ 1963 13 മില്യൺ അടുത്താണ് ഇത് പണിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്താണ് കാണുന്നത്. ഇതിനകത്ത് തന്നെ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർച്ച് ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, നമുക്ക് കയറി കാണാം. പിന്നെ ആർച്ചിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് അസസറീസുകൾ, സെൻറ്റ് ലൂയിസ് ആർച്ചിൻ്റെ മോഡലുകൾ, കുറച്ച് അസസറീസുകൾ കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 5:30 ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ചുറ്റി കണ്ടതിന് ശേഷമാണ് നമ്മളുടെ ആ ടൈം വന്നത്. അപ്പം നമ്മളങ്ങനെ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ എൻട്രൻസ് സമയം എത്തി. നമ്മൾ സമയം ഇവിടെ എഴുതി കാണിക്കും. അപ്പം നമുക്കൊരു ബോർഡിംഗ് പാസ് ഒക്കെ തരും. 8 ആണ് നമ്മളുടെ നമ്പരും. അപ്പോൾ അതുവഴി നമ്മൾ എക്സ്കലേറ്റർ കയറി അങ്ങ് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഇവിടെ ട്രാം എന്നാണ് പറയുന്നത്. നമ്മൾ എക്സ്കലേറ്റർ എന്നല്ല പറയുന്നത്. ഇതേ കണക്കാണ്. ഇതാണ് എക്സ്കലേറ്റർ. ട്രാം എന്നാണ് പറയുന്നതെങ്കിലും ഞാൻ പറയുന്നത് നമ്മൾ 8 ആയിരുന്നു നമ്പർ. നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തേണ്ടി വന്നു. കാരണം മേളിൽ കയറി പോയവർ തിരിച്ചിറങ്ങി വരണമല്ലോ. കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ എങ്ങനെയാണോ ഇതിൽ പോകുന്നത്. കാരണം ഇതൊരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ആർച്ചാണല്ലേ. അപ്പോൾ അതിൽ കയറി പോവേണ്ടത് കുറച്ച് ടാസ്ക് ആണല്ലേ. അപ്പോൾ അതനുസരിച്ച് അവരൊരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് മുകളിൽ കയറി പോകാൻ വേണ്ടിയിട്ട് സജ്ജീകരിച്ചേക്കുന്നത്. കണ്ടോ, സ്റ്റെപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു ലെവലിലാണ് അവരത്. അത് നമ്മൾ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മളിതിൻ്റെ മുകളിൽ കയറുന്നത് എന്നുള്ളതൊക്കെ അതിലിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മേളിൽ പോയി ഒരു 80 പേർക്ക് ഒരേ സമയം കയറി പോകാം. അപ്പോൾ കണ്ടോ, ആൾക്കാർ കയറി ഇറങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ പോവേണ്ടത്. ഒരേ സമയം ആ ആർച്ചിൻ്റെ ടോപ്പിൽ ഭാഗത്ത് ഒരു 80 പേർക്ക് നിൽക്കാം. ഇത് കണ്ടോ, സ്പേസിലൊക്കെ പോകുന്ന പോലെ ഒരു അറേഞ്ച്മെൻറ്റിലാണ് അതിൻ്റെ അകത്ത് സീറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ബോൾ ഷേപ്പാണ് അതിൻ്റെ അകം, ഒരു റൗണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഇത് നമുക്ക് വെളിയിൽ ഇതിൻ്റെ വെളിയിൽ നമ്മൾ എസ്കലേറ്ററിൻ്റെ വെളിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. നമ്മളൊരു സ്റ്റെപ്പിൻ്റെ മേളിൽ കൂടി കയറി പോകുന്ന ഒരു ഫീലാണ്. ഈ സീറ്റുകളെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്, എല്ലാ സീറ്റുകളും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർച്ചിൻ്റെ മുകളിലേക്ക്. ആർച്ചിന് ചുറ്റും ഇങ്ങനെ സ്റ്റീൽ വെച്ചിട്ടാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അവർ പണിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകം മൊത്തം പൊള്ളയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുകൂടിയാണ് നമ്മളിങ്ങനെ ഈ ഒരു ഇതിൽ പോകുന്നത്. നമ്മൾ ഒരു 4 മിനിറ്റ് വേണം മുകളിലെത്താൻ, തിരിച്ച് ഒരു 3 മിനിറ്റ്. അപ്പോൾ നമ്മൾ എത്തി. അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവരെല്ലാം താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് താഴോട്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് താഴെ എത്തും. അതുകൊണ്ട് ഇതേ കണക്കൊരു വ്യൂ ആയിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഭയങ്കര രസമായിരുന്നു, ഒന്നും പറയാൻ വയ്യ. കാരണം അത്ര ഒരു നൈറ്റ് വ്യൂ ആയിരുന്നു. കാരണം നമുക്ക് നൈറ്റിലായിരിക്കും അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ എന്ന് തോന്നിയിട്ടുകൊണ്ടാണ് നമ്മൾ ആ ടൈം എടുത്ത് കയറിയത്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ മൊത്തം ആ ഏരിയ കുറേ കവറായി നമുക്ക് കാണാവുന്നുണ്ട്. കാരണം 630 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രയും ഉയരത്തിലുള്ള അത്രയും വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറേയൊക്കെ സൂം ചെയ്താണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അത്രയും മുകളിൽ നമ്മൾ നിന്നിട്ടുള്ള ആ വ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എനിക്ക് ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും പഴക്കമുള്ള ഈ ഒരു 1963 എന്നൊക്കെ പറയുമ്പം അത്രയും പഴക്കമുള്ള ഒരു ആർച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്ന് ഇതേപോലെ ഒരു അമേരിക്കയിൽ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരേ സമയത്ത് ആ ആർച്ചിൻ്റെ മുകളിൽ ഒരു 80 പേർക്ക് നിൽക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും കയറി വരുന്നത്. നമ്മൾ ഒരു കുറച്ച് നേരമേ അവിടെ നിർത്തിയേക്കത്തുള്ളൂ. ബാക്കി അടുത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തിരിച്ചിറങ്ങണം. അപ്പോൾ അത്രയും സമയം കൊണ്ടും കാണാൻ പറ്റുന്ന അപ്പുറം ഒരുപാട് പിന്നെ ഗ്ലാസിൻ്റെ സംഭവങ്ങളിൽ കൂടിയാണ് നമ്മളിങ്ങനെ ചെറിയ വിൻഡോയിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് നമുക്ക് കിടന്നിങ്ങനെ നോക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. എല്ലാം നല്ല രസമായിരുന്നു. ഇതേപോലെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കണ്ടു കയറി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ നമ്പർ പണ്ടത്തെ പോലെ 8 തന്നെയാണ്. അപ്പോൾ നമ്മൾ 8 പോകാൻ വേണ്ടി ഏറ്റവും താഴെയാണ്. അപ്പോൾ ആർച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് 40 പേരും അടുത്ത സൈഡിൽ നിന്ന് 40 പേരും വെച്ച് 80 പേർക്കാണ് മൊത്തം കയറാൻ പറ്റുന്നത്. നമ്മൾ പഴയ കണക്ക് തന്നെ നമ്മളെല്ലാവരും കയറിയിരുന്ന് 5 സീറ്റുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ 4 പേരും കൂടി കയറും. ഒരു സീറ്റ് അഡീഷണൽ അവിടെ ഒഴിഞ്ഞ് കിടന്ന്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ടേ
തയ്യാറെടുത്ത് നമ്മളൊരു 3 മിനിറ്റ് കൊണ്ട് താഴെ എത്തും. ഇതേപോലെ സ്റ്റെപ്പുകൾ കാണാൻ പറ്റും നമുക്ക്. ആ സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു ഫീൽ കണക്കാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് റൗണ്ട് അല്ലായിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായേനെ. അപ്പോൾ ഞങ്ങളെല്ലാം കണ്ടിറങ്ങി. ആർച്ച് താണ്ട് ഇത്രയും വലിയ ആർച്ച് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.